ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. റീസെന്റ് ന്യൂസ് അത്ര നല്ല രസകരമല്ല. ആമസോൺ അവരുടെ 14,000-ഓളം മാനേജേഴ്സിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റോ കഴിഞ്ഞ് ഒരു അടിപൊളി മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയെ കിട്ടുമ്പോൾ നമ്മളിങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും, ഹൈ, ഈ ജോലിയും ഈ ശമ്പളമൊക്കെ എനിക്ക് എന്നും ഉണ്ടാവും. എന്നിട്ട് ഇങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അടിപൊളി വീട്, അടിപൊളി കാറ്, അതിൻ്റെ EMI, അങ്ങനെ ലൈഫ് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ തുടങ്ങും. അത് ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ബിസിനസ് തുടങ്ങിയത് വരുമാനം ഇങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഉണ്ടാകുന്ന ഒരു ശമ്പളം അങ്ങോട്ട് പുട്ടടിക്കും. ഇതല്ലാത്ത വേറെ ഒരു വരുമാന മാർഗവും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ ഏകദേശം 10-25,000 ദിർഹംസിന് ജോലി ചെയ്ത ഒരാളാണ്. ഫാമിലി ആയിട്ട് അവിടെയാണ്, എല്ലാം ഭയങ്കര ആഷ് പോഷ് ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ കഴിഞ്ഞ 6 മാസമായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണ്, ഡിപ്രഷനിലാണ്. എന്താണെന്ന് പറഞ്ഞപ്പോൾ കമ്പനി ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ജോലി ഇല്ല ഇനി. രസം അതൊന്നുമല്ല, ഇദ്ദേഹത്തെ പോലെ ഇത്രയും സാലറി വാങ്ങുന്ന ആളായിട്ട് പോലും ഒരു പ്രോപ്പർ എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ മെൻറ്ററിങ്ങോ ഇല്ലാത്തത് കൊണ്ടാവാം അദ്ദേഹത്തിന് ഈ ജോലിയും ഈ സാലറിയും ഈ കണ്ട നടത്തോ അല്ലാതെ വേറെ ഒരു വരുമാന മാർഗ്ഗമില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ കസിൻസിനും പെങ്ങളമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിന് പൈസ കൊടുത്തു, അതൊക്കെ പോയി എന്നല്ലാതെ ഒരു പ്രോപ്പർലി ഒരു മാസത്തിൽ തൻ്റെ ഒരു 6 മാസത്തേക്കുള്ള എമർജൻസി ക്യാഷോ അതല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ബേസിക് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലോ ചെയ്തിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു വരുമാന മാർഗം മാത്രമുള്ളെങ്കിൽ അത് ബിസിനസ് ആവട്ടെ ജോലിയാവട്ടെ, നമ്മൾ പേടിക്കണം. നമ്മൾ ദാരിദ്ര്യത്തെ പേടിക്കണം. കാരണം ഈ ജോലി അങ്ങോട്ട് പോയാൽ നാളെ രാവിലെ നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ ബിസിനസ് പൊട്ടിക്കടത്തിലായാൽ നമ്മൾ നാളെ രാവിലെ നമ്മളും കുട്ടികളും തെരുവിലേക്ക് ഇറങ്ങണ്ടേ? ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു വരുമാന മാർഗത്തിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒന്ന്, മൾട്ടിപ്പിൾ വരുമാന മാർഗ്ഗങ്ങൾ വേണം. സൈഡ് ഹസൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പൈസ കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പൈസ മുഴുവൻ എൻ്റെതാണ്, എനിക്കിപ്പോൾ ഇന്ന് അടിച്ചു പൊളിക്കാം. അല്ല, അതിൽ 25%-ഓ 30%-ഓ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നാളത്തേക്കുള്ള ഒരു വരുമാനം, നമ്മുടെ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കോലത്തിൽ, പൈസ ഉണ്ടാക്കുന്ന കോലത്തിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും.